ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ ചെറുവക്കൽ കൺവെൻഷന്റെ പ്രാരംഭ ദിവസത്തിൽ യേശുക്രിസ്തുവിന്റെ സാക്ഷിയായ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെ നിൽപ്പാൻ ലഭിച്ച വിലയേറിയ സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും ഈ യോഗങ്ങളിലേക്ക് എന്നെ ക്ഷണിച്ച സംഘാടകരോട് നന്ദി അറിയിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ ജി തോമസ് കുട്ടി, ഈ സെൻട്രലിന്റെ ചുമതല വഹിക്കുന്ന ആദരണീയനായ കർത്തൃദാസൻ പാസ്റ്റർ ജോൺസൺ ദാനിയേൽ, ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ ജനറൽ ജോയിന്റ് സെക്രട്ടറി പാസ്റ്റർ ബെഞ്ചമിൻ വർഗീസ്, മറ്റ് ബഹുമാന്യരായ അനുഗ്രഹീതരായ എല്ലാ കർത്തൃദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ പ്രാരംഭ യോഗത്തിൽ വളരെ ലളിതമായ ഒരു സന്ദേശം നിങ്ങളും ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോട് വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് തുറക്കാം. എബ്രായ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 3 വരെ. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. അവൻ അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയെക്കുറിച്ചാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ലോകത്ത് ഒരുപാട് മഹാന്മാർ ജീവിച്ചിരുന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു അവരെക്കാളെല്ലാം ശ്രേഷ്ഠനാണ്. യേശുക്രിസ്തുവിനെ മറ്റെല്ലാവരെക്കാളും ശ്രേഷ്ഠനാക്കി തീർക്കുന്ന ഘടകമെന്താണ്? ഒരു വ്യക്തി മറ്റൊരാളെക്കാൾ ശ്രേഷ്ഠനാണെന്ന് പറയുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ആ മനുഷ്യനുണ്ടായിരിക്കണം. ഇവിടെ എബ്രായ ലേഖനകാരൻ പറയുന്നു യേശുക്രിസ്തു അവരെക്കാൾ ശ്രേഷ്ഠനായിരുന്നു. താഴോട്ട് തുടർന്നുള്ള അധ്യായങ്ങളിലെല്ലാം പലരെയും കുറിച്ച് എഴുത്തുകാരൻ പറഞ്ഞിട്ട് ഇതേപോലെ ആവർത്തിക്കുന്നുണ്ട്. യേശു അവരെക്കാളും വലിയവനായിരുന്നു, ശ്രേഷ്ഠനായിരുന്നു. മറ്റു പലരെക്കാളും യേശു ശ്രേഷ്ഠനാണെന്ന് എഴുത്തുകാരൻ പറയുന്നുണ്ട്. ശ്രേഷ്ഠന്മാരായി ആദരിക്കപ്പെട്ടിരുന്ന ഒട്ടനവധി പേരുടെ കാര്യം പറഞ്ഞിട്ട് 7-ാം അധ്യായമായപ്പോൾ എഴുത്തുകാരൻ പറഞ്ഞു ഇവൻ എത്ര മഹാനെന്ന് നോക്കുകയും. യേശുക്രിസ്തുവിന്റെ മഹത്വം അതിലെ ഒരു പോയിന്റ് മാത്രം ഇന്ന് രാത്രി ഞാൻ പങ്കുവെക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ നിസ്തുല്യതയുടെ, യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയുടെ, യേശുക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ ഏറ്റവും പ്രധാനമായ ഘടകമെന്താണ്? യേശുക്രിസ്തുവിനെ കുറിച്ച്
പ്രസംഗിക്കാൻ നിൽക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിനെ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ ആവേശം കൊള്ളിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നമ്മളൊക്കെ ഒരുപാട് ആളുകളുമായി ഇടപെടുന്നവരാണ്. ഒരുപാട് ആളുകളെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ നമ്മളെ ബഹുമാനിക്കുന്നു, നമ്മൾ പലരെയും ബഹുമാനിക്കുന്നു. പക്ഷേ ഈ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും എല്ലാം നിലനിൽപ്പിന്റെ ഒരു ഘടകം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, അവരെ ആരെയും നമ്മൾ അധികം അടുത്തറിയാത്തത് കൊണ്ടാണ്. ഇന്ന് സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പലരെയും അറിയുന്ന അളവിൽ വെച്ചാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. ഒരുപക്ഷെ കുറച്ചുകൂടെ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ബഹുമാനം കുറഞ്ഞു പോകും. പക്ഷേ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയ, ബഹുമാനിച്ചു തുടങ്ങിയ ഒരാളെ കുറിച്ച് മാത്രം ഞാൻ പറയാം. സ്നേഹിക്കും തോറും സ്നേഹം കൂടി വരികയും അടുക്കും തോറും അടുപ്പം കൂടി വരികയും അറിയിക്കും തോറും അവനെ അറിയിക്കാൻ ആവേശം കൂടുകയും ബഹുമാനിക്കും തോറും ബഹുമാനം കൂടുകയും ചെയ്യുന്ന ഒരൊറ്റ ഒരാളേ ഉള്ളൂ. അത് ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നത്. കഴിഞ്ഞ 2-3 വർഷമായി കൺവെൻഷനുകളിലെ എന്റെ പ്രസംഗ ശൈലിയിൽ വന്ന മാറ്റത്തെക്കുറിച്ച് എൻ്റെ ഒരുപാട് സ്നേഹിതന്മാർ എന്നോട് സംസാരിക്കാറുണ്ട്. മിക്കവാറും എല്ലായിടത്തും എൻ്റെ പ്രമേയം യേശുക്രിസ്തുവാണ്. അതിന്റെ കാരണം വളരെ ലളിതമായി പറയാം. യേശുക്രിസ്തു ജനിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും കേട്ട ഒരു ഗാനമുണ്ട്. അതിങ്ങനെയാണ്: ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്ക് ഒരു രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. അപ്പൊ ജനിച്ചത് ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടിയാ ജനിച്ചത്. പിന്നീട് ഞാൻ വായിച്ചു വരുമ്പോൾ കൊരിന്ത്യർ ലേഖനത്തിൽ എത്തിയപ്പോൾ വായിക്കുന്നു, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു. അപ്പോൾ മരിച്ചത് ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടി. ജനിച്ചത് എനിക്ക് വേണ്ടി, മരിച്ചതും എനിക്ക് വേണ്ടി. വീണ്ടും വായിക്കുന്നു, 3-ാം നാൾ തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. ആർക്ക് വേണ്ടി? അതും എനിക്ക് വേണ്ടി. ഉയർത്തെഴുന്നേറ്റ ശേഷം അവിടുന്ന് സ്വർഗത്തിലോട്ട് പോയി. പക്ഷെ അവിടുത്തെ മരണത്തിന് മുൻപ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോകുന്നത് എനിക്കൊരു പ്രയോജനം ഉണ്ടാകാനല്ല, നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ഇവിടുത്തെ തീം പ്രസന്റ് ചെയ്തല്ലോ, നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ടെന്ന്. ആ ശക്തി കിട്ടി എന്തുകൊണ്ടാണെന്നറിയാമോ? യേശു പോയത് കൊണ്ടാണ്. നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകാനാ പോയത് കൊണ്ടാ പരിശുദ്ധാത്മാവിനെ കിട്ടിയത്. അപ്പോൾ യേശു ഇവിടുന്ന് പോയതും ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടി. ഇനി അവിടെ ചെന്നിട്ട് ആരുടെ കാര്യം നോക്കിയിരിക്കുക? നമുക്ക് വേണ്ടി പിതാവിന്റെ വലതുഭാഗത്ത് എന്നേക്കും മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് കഴിഞ്ഞിട്ടും എനിക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുക.
മാത്രമല്ല പോകുന്നതിന് മുമ്പ് പറഞ്ഞു പോയി, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ വന്ന് നിങ്ങളെ അങ്ങ് കൊണ്ടുപോവാം. അപ്പൊ വരുന്നത് ഇനി എന്തിനാ? നമുക്ക് വേണ്ടിയാ. എന്നാലോചിച്ച് നോക്കി, ജനിച്ചത് എനിക്ക് വേണ്ടി, മരിച്ചത് എനിക്ക് വേണ്ടി, ഉയർത്തെഴുന്നേറ്റത് എനിക്ക് വേണ്ടി, സ്വർഗത്തിൽ പോയത് എനിക്ക് വേണ്ടി, അവിടെ ചെന്ന് എനിക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ യേശു വീഴാതെ വണ്ണം എന്നെ സൂക്ഷിച്ച് കളങ്കമില്ലാത്തവനായി ആനന്ദത്തോടെ മഹിമാസന്നതിയിൽ നിർത്തേണ്ടതായി മരിച്ച് എനിക്കായി ഉയർത്തെഴുന്നേറ്റ് എനിക്ക് വേണ്ടി സ്വർഗത്തിൽ പോയി എനിക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്ത് എനിക്ക് വേണ്ടി മടങ്ങി വരുന്ന യേശുവിനെ എത്ര പ്രസംഗിച്ചാലും കൊതി തീരത്തില്ല. രാത്രി നെഞ്ചത്തൊന്ന് കൈവച്ചോണ്ട് എന്നോട് ചേർന്ന് പറയാം, ഒന്ന് ഉറക്കെ പറയാം, എനിക്കായി ജനിച്ച്, എനിക്കായി മരിച്ച്, എനിക്കായി ഉയർത്തെഴുന്നേറ്റ്, എനിക്കായി സ്വർഗത്തിൽ പോയി, എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് എനിക്ക് വേണ്ടി മടങ്ങി വരുന്ന യേശുവേ, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം. ഇന്ന് രാത്രി സാഷ്ടാംഗം പ്രണമിച്ച് തിരുമുൻപിൽ നമിച്ച് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. എന്താണ് അവനെ ശ്രേഷ്ഠനാക്കി തീർത്ത ഘടകം? ഇവിടെ എഴുത്തുകാരൻ പറഞ്ഞു തുടങ്ങി, അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. താഴോട്ട് എഴുത്തുകാരൻ പറയുന്നു, യഹൂദന്മാർ അവരുടെ പിതാവായി കണക്കാക്കുന്ന അബ്രഹാമിനേക്കാൾ യേശു വലിയവനായിരുന്നു. മോശയേക്കാൾ യേശു വലിയവനായിരുന്നു. മോശയേക്കാൾ വലിയവനായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മോശ ഏതോ ചെറിയ ആളായിരുന്നു എന്ന് സങ്കല്പിച്ച് കളയരുത്. മിസ്രയീമിൽ 10 ബാധകൾ മോശ മുഖാന്തരമാ ദൈവം അയച്ചത്. ഇസ്രായേൽ മക്കളെ മുഴുവൻ മിസ്രയീമിൽ നിന്ന് 40 വർഷം മരുഭൂമിയിലൂടെ നടത്തിയ ലോകം കണ്ട ഏറ്റവും വലിയ പാസ്റ്ററാണ് മോശ. മോശയാണ് ചെങ്കടൽ വിഭജിച്ചത്. മോശയാണ് പാറയെ അടിച്ച്, സാധാ പാറയല്ല, തീക്കൽ പാറയെ അടിച്ച് വെള്ളം പുറപ്പെടി വെച്ചവൻ. 40 വർഷം മോശയിലൂടെ ദൈവം ചെയ്ത അത്ഭുതങ്ങളുടെ പരമ്പര പറയാൻ തന്നെ ഇന്ന് രാത്രി സമയം പോരാ. അപ്പൊ മോശ ചെറിയ പുള്ളിയൊന്നുമല്ല. പക്ഷേ ഇവിടെ എഴുത്തുകാരൻ പറയുന്നു, യേശു മോശയെക്കാളും ശ്രേഷ്ഠനാണ്. യേശു അഹരോനേക്കാളും ശ്രേഷ്ഠനാണ്. അവരുടെ പുരോഹിതനായിരുന്ന എത്ര യാഗങ്ങൾ കഴിച്ച അഹരോനേക്കാളും യേശു ശ്രേഷ്ഠനായിരുന്നു. അവരുടെ യുദ്ധങ്ങളെല്ലാം നയിച്ച യോശുവയേക്കാൾ യേശു ശ്രേഷ്ഠനായിരുന്നു. അപ്പോൾ യോശുവ ഒരു ചെറിയ പുള്ളിയായിരുന്നു എന്ന് വിചാരിക്കരുത്. ഒരു ദിവസം തറയിൽ നിന്നോണ്ട് പറഞ്ഞു, സൂര്യ നീ ഗിബെയോനിൽ, ചന്ദ്ര നീ അയ്യനൽ താഴ്വരയിൽ നിൽക്കാൻ പറഞ്ഞ് സൂര്യനെയും ചന്ദ്രനെയും പിടിച്ചു നിർത്തിയ ആളാ യോശുവ. പക്ഷെ എഴുത്തുകാരൻ പറയാ, യേശു യോശുവേക്കാളും ശ്രേഷ്ഠനാണ്. അപ്പൊ ഇതിനേക്കാളൊക്കെ വലിയതാണ് എന്താ യേശു ചെയ്തത്. യേശു പഴയ നിയമത്തിലെ എല്ലാ പ്രവാചകന്മാരെക്കാളും
എല്ലാ പുരോഹിതന്മാരെക്കാളും യേശു വലിയവനാണ്. അവരൊക്കെ ചെയ്ത അത്ഭുതങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പഴയ നിയമത്തിലെ ഒരു പ്രവാചകനല്ലയോ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയത്? അപ്പോൾ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുവാൻ ന്യായപ്രമാണത്തിലെ ഒരു പ്രവാചകൻ മതിയായിരുന്നു. ന്യായപ്രമാണത്തിലെ ഒരു പ്രവാചകനല്ലയോ മരിച്ചവരെ ഉയർപ്പിച്ചത്? ന്യായപ്രമാണത്തിലെ ഒരു പ്രവാചകനല്ലയോ പ്രവാചക ശിഷ്യന്റെ ഭാര്യയുടെ കടം മുഴുവൻ വീട്ടിയിട്ട് തുടർന്ന് ജീവിക്കാനുള്ള ആവശ്യമുള്ളതെല്ലാം നൽകി കൊടുത്തത്? ഇനി ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. അപ്പോൾ പഴയ നിയമകാലത്തെ യഹൂദന്മാരുടെ മേലധ്യക്ഷന്മാർക്ക്, പുരോഹിതന്മാർക്ക്, പ്രവാചകന്മാർക്കൊക്കെ കഴിയാത്ത എന്തെങ്കിലും ചെയ്തുകൊണ്ടായിരിക്കണമല്ലോ യേശു ശ്രേഷ്ഠനാകുന്നത്. ഇന്ന് രാത്രി യേശു നിങ്ങൾക്ക് ചെയ്ത ഒരു ഉപകാരത്തെ കുറിച്ച് ചോദിച്ചാൽ, യേശുവിന്റെ രോഗം സൗഖ്യമാക്കിയെന്ന് പറയുവാൻ അനേകർ കാണും. യേശു രോഗികളെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അനുഭവിക്കുന്നു. ഇന്നും അത് സംഭവിക്കും. അത് ചെറുതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു രോഗിയെ സൗഖ്യമാക്കാൻ വേണ്ടി യേശു മനുഷ്യാവതാരം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു? ഇല്ല. കുഷ്ഠരോഗിയെ വരെ പഴയ നിയമത്തിലെ പ്രവാചകൻ സൗഖ്യമാക്കാൻ കഴിയും. മരിച്ചവരെ ഉയർപ്പിക്കാൻ വേണ്ടി യേശു ഇവിടെ വരേണ്ട കാര്യമല്ലോ ഉണ്ടോ? ഇല്ല. പഴയ നിയമ പ്രവാചകന്മാർക്കും മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് യേശു ഇവിടെ വരേണ്ട കാര്യമൊന്നുമില്ല. ആരുടെയെങ്കിലും കടം വീട്ടാൻ വേണ്ടി യേശു ഇവിടെ വരേണ്ട കാര്യമല്ലോ ഉണ്ടോ? ഇല്ല. പഴയ നിയമത്തിലെ പ്രവാചകൻ കടവും വീട്ടി ജീവിതകാലം മുഴുവനത്തേക്കുള്ള വക ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. സൂര്യനെയും ചന്ദ്രനെയും പിടിച്ചു നിർത്താൻ യേശു ഇവിടെ വരേണ്ട കാര്യമുണ്ടോ? ഇല്ല. അത് യോശുവെ പോലെ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. എന്നാൽ പഴയ നിയമത്തിലെ പ്രവാചകനും പുരോഹിതനും രോഗിയെ സൗഖ്യമാക്കാം, മരിച്ചവനെ ഉയർപ്പിക്കാം, കടം വീട്ടാം, സൂര്യനെയും ചന്ദ്രനെയും പിടിച്ചു നിർത്താം. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇവർക്കാർക്കെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? 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 ഇല്ല. അതാണ് യേശുവിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. അവൻ മാത്രമേ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കിയ ശേഷം എന്താണ് യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് ചോദിച്ചാൽ, യേശുവിന് മാത്രമേ മനുഷ്യന്റെ പാപത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ന്യായപ്രമാണത്തിന്റെ ഏറ്റവും വലിയ ബലഹീനത എന്തായിരുന്നു? സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: സഹോദരൻ ശവക്കുഴി കാണാതെ അവൻ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ആർക്ക് കഴിയും? അവന്റെ വീണ്ടെടുപ്പിന്റെ വില കൊടുപ്പാൻ ആർക്ക് കഴിയും? അത് വിലയേറിയത്. അത് ഒരു നാളും സാധിക്കില്ല. രോഗിയെ സൗഖ്യമാക്കാൻ കഴിയും ന്യായപ്രമാണത്തിന്, മരിച്ചവനെ ഉയർപ്പിക്കാൻ കഴിയും, കടം വീട്ടാൻ കഴിയും, പ്രകൃതിയെ പിടിച്ചു നിർത്താൻ കഴിയും. പക്ഷേ ഒരു കാര്യം സാധിക്കുകയില്ല.
സഹോദരൻ ശവക്കുഴി കാണാതെ അവന്റെ വീണ്ടെടുപ്പിന്റെ വില കൊടുക്കാൻ ന്യായപ്രമാണം പറഞ്ഞു. കഴിയത്തില്ലെന്ന് മാത്രമല്ല പറഞ്ഞത്, ഒരു നാളും സാധിക്കില്ല. ഒരു നാളും സാധിക്കില്ല. മനുഷ്യനെ അവന്റെ അകൃത്യത്തിൽ നിന്ന് വെടിവെപ്പാൻ, അവന്റെ പ്രാണനെ വീണ്ടെടുക്കുവാൻ ന്യായപ്രമാണത്തിന് കഴിയാതെ പോയി. ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ച പണ്ഡിതനായ പൗലോസ് വേദപുസ്തകത്തിൽ നിലവിളിക്കുന്നത് ഒരു ചെറിയ പ്രശ്നത്തിന് മാത്രമാണ്. ചെറിയ പ്രശ്നമല്ല, അതിനൊക്കെ വലിയ പ്രശ്നങ്ങൾ എന്ന് കാണുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊന്നും പൗലോസ് നിലവിളിച്ചിട്ടില്ല. ഫിലിപ്പിൻ കാരാഗൃഹത്തിൽ അടികൊണ്ട് നീര് വെച്ച് വേദന കൊണ്ട് പൊളഞ്ഞു കിടന്നപ്പോഴും നിലവിളിച്ചില്ല. സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചേ ഉള്ളൂ. ശരീരം വേദനിച്ചപ്പോൾ പൗലോസ് നിലവിളിച്ചില്ല. പലവട്ടം പട്ടിണി കിടന്നപ്പോൾ പൗലോസ് നിലവിളിച്ചില്ല. പല ആപത്തുകളിലൂടെ പോയപ്പോൾ, പല ബുദ്ധിമുട്ടുകൾ സഹിച്ചപ്പോൾ പൗലോസ് നിലവിളിച്ചില്ല. തിരിച്ച് വെല്ലുവിളിച്ചതേ ഉള്ളൂ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഇതിനൊന്നും എന്നെ വേർതിരിക്കാൻ കഴിയില്ല. അതെല്ലാം വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തു. പക്ഷേ ഒരിക്കൽ പൗലോസ് നിലവിളിച്ചു. നമ്മളൊക്കെ നിലവിളിക്കുന്നത് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും വേദന വന്നാൽ നിലവിളിക്കും. മനസ്സിന് എന്തെങ്കിലും വേദന വന്നാൽ നിലവിളിക്കും. പക്ഷെ പൗലോസിന്റെ നിലവിളി ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ പ്രശ്നത്തിനല്ല. അതിനേക്കാളൊക്കെ വലിയൊരു പ്രശ്നം നമുക്കുണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ. അതിനെ പൗലോസ് നിലവിളിച്ചത്. പൗലോസ് നിലവിളിക്കുന്ന നിലവിളി എങ്ങനെയാ? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഒരു വിടുതലിന് വേണ്ടിയുള്ള നിലവിളിയാ പൗലോസിന്റെ. പൗലോസ് പറഞ്ഞു, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആരാ വിടുവിക്കുന്നത്? കാരണം ന്യായപ്രമാണം പറഞ്ഞു അത് ഒരു നാളും സാധിക്കുകയില്ല. എന്താ പൗലോസേ ഇത്രയും നിലവിളിക്കാൻ പ്രശ്നം എന്നാ? റോമാലേഖനം 7-ാം അധ്യായം 14 മുതൽ ഒന്ന് ശാന്തമായി ശ്രദ്ധിക്കണമേ. പൗലോസ് നിലവിളിച്ചതിന്റെ കാര്യം. ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ശ്രദ്ധിക്കണേ, മനുഷ്യൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനാണ്. വിൽപ്പന കിട്ടേക്കുന്ന ചരക്കല്ല, വിൽക്കപ്പെട്ട് കഴിഞ്ഞു. ഫോർ സെയിൽ എന്നല്ല ബോർഡ് വെച്ചേക്കുന്നത്, സോൾഡ് ഔട്ട്. പാപത്തിന് വിൽക്കപ്പെട്ടവരാണ് മനുഷ്യരല്ല, ദാസനായി വിൽക്കപ്പെട്ടവനാണ്. വായിക്കാൻ, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അടുത്ത പ്രശ്നം, ഞാൻ പാപത്തിന് വിൽക്കപ്പെട്ടിരിക്കുന്നു, പാപം എന്നിൽ വസിക്കുന്നു. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു.
നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്. നന്മ ചെയ്യാനുള്ള താല്പര്യമുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. പ്രവർത്തിക്കുന്നതോ ഇല്ല. മതി. പാപത്തിന് വിൽക്കപ്പെട്ട ഒരു മനുഷ്യന്, പാപത്തിന് അടിമയായിരിക്കുന്ന മനുഷ്യൻ നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇച്ഛിക്കാത്ത തിന്മയാ ചെയ്യുന്നത്. അതല്ലയോ? രാവിലെ വീട്ടിൽ റേഷൻ മേടിക്കാൻ കാശുണ്ടാക്കാനാ പണിക്ക് പോകുന്നത്. 450 രൂപ 500 രൂപ കൂലി കിട്ടിയാൽ അതും കൊണ്ട് വീട്ടിൽ വരണമെന്ന് അവൻ അറിയാമെങ്കിലും ടയറ് തേഞ്ഞ വണ്ടിയുടെ ബ്രേക്ക് ചവിട്ടുമ്പോ സൈഡിലോട്ട് വലിക്കുന്നത് പോലെ വിദേശ മദ്യഷാപ്പിന്റെ മുന്നേ വരുമ്പോ എന്താ ഒരു സൈഡ് വലിവ്? കാര്യം എന്താണെന്നറിയാമോ? ഇച്ഛിക്കാത്ത തിന്മ. ഇച്ഛിക്കാത്ത തിന്മ. നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്തിനെ വെള്ളമടിക്കാനും കഞ്ചാവടിക്കാനും പോന്ന്? നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ദുർനടപ്പിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. പാസ്റ്ററെ വെള്ളമടിയൊക്കെ നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഞാൻ പറയാം, ശ്രമിച്ചുകൊണ്ടൊന്നും നടക്കുകയില്ല. ഇത് പരിശ്രമം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. കാരണം നീ പാപത്തിന് വിൽക്കപ്പെട്ട മനുഷ്യനാ. തിരിച്ച് വില കൊടുത്ത് ആരെങ്കിലും നിന്നെ വാങ്ങിയാലല്ലാതെ ഇതിൽ നിന്നൊരു വിടുതലില്ല, ഇതിൽ നിന്നൊരു സ്വാതന്ത്ര്യമില്ല. അതാ കർത്താവ് പറഞ്ഞത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഇന്ന് രാത്രി ദൈവം നമുക്ക് തന്ന സ്വാതന്ത്ര്യം ഓർത്ത് ഇച്ഛിക്കാത്ത തിന്മ പ്രവർത്തിച്ച് ഇച്ഛിക്കാത്ത ദുർനടപ്പിലൂടെ നടന്ന നമ്മൾ വിചാരിക്കാത്ത വഴിയിൽ നിന്നല്ല ദൈവം നമ്മെ വിടുവിച്ച് ഈ ഭാഗ്യകരമായ അവസ്ഥയിൽ എത്തിയത് എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യമാണ്. പാപത്തിന് വിൽക്കപ്പെട്ട മനുഷ്യനെ യേശു വീണ്ടെടുപ്പിന്റെ വില കൊടുത്ത് മേടിച്ചത് കൊണ്ടാണ്. എന്തോ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നാ ഇവിടെ? എന്തോ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം? സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചാൽ പറയും, മനുഷ്യന് 3 പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒന്ന്, അവന് ഭക്ഷിക്കാൻ ആഹാരം വേണം. 2, ധരിക്കാൻ വസ്ത്രം വേണം. 3, പാർക്കാനൊരു പാർപ്പിടം വേണം. രാത്രി ഞാൻ ചോദിച്ചോട്ടെ, ധരിക്കാൻ വസ്ത്രവും ഭക്ഷിപ്പാൻ ആഹാരവും കയറി താമസിക്കാൻ ഒരു കൂരയും ഉള്ളവരെല്ലാം സംതൃപ്തരാണ്? ഇതിലേതില്ലാഞ്ഞിട്ടാ? ക്ഷമിക്കണേ, പബ്ലിക്കായിട്ട് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങളെല്ലാം മൊത്തത്തിൽ വായിച്ച കാര്യം തന്നെ. ഭക്ഷിപ്പാൻ ആഹാരമില്ലാഞ്ഞാന്നോ, ധരിക്കാൻ വസ്ത്രമില്ലാഞ്ഞാന്നോ, കയറിക്കിടക്കാൻ പാർപ്പിടമില്ലാഞ്ഞാന്നോ 10 വയസ്സുകാരൻ 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊന്ന് പൊത്തിന്റെ അകത്ത് കുളിപ്പിക്കുന്നത്? അപ്പൊ എന്താ ഇവിടുത്തെ പ്രശ്നം? 2 3 പീഡനക്കേസ് വായിക്കാത്ത ഒരൊറ്റ ദിവസം ഉണ്ടോ ഇവിടെ? ഇവിടെ ഒരു ദിവസം എന്തുമാത്രം അക്രമമാണ് നടക്കുന്നത്, എന്തുമാത്രം കൊലപാതകം ഇവിടെ നടക്കുന്നത്? ഇത് ഭക്ഷിപ്പാൻ ആഹാരമില്ലാഞ്ഞാണോ, ധരിക്കാൻ വസ്ത്രമില്ലാഞ്ഞാണോ, പാർക്കാൻ പാർപ്പിടമില്ലാഞ്ഞാണോ? ഇത് 3 ഉണ്ടെങ്കിൽ മനുഷ്യൻ സ്വസ്ഥനാണോ? ആണെങ്കിൽ ഇവിടെ എല്ലാ മനുഷ്യരും സന്തുഷ്ടരാകേണ്ടേ? പാർപ്പാൻ ചെറിയ വീടല്ല, എയർ കണ്ടീഷൻ ചെയ്ത മണിമാളികയിൽ പട്ടുമെത്തയിൽ കിടന്നിട്ടും ഉറക്കം വരാതെ ഉരുളുന്ന എത്രയോ ധനികന്മാർ ഇവിടെ ഉണ്ട്. എന്നാൽ അത്താഴ പട്ടിണിയാണെങ്കിലും വയറ് മുറുക്കി ഉടുത്തിട്ട്
ഒരു സ്വോത്രഗീതവും പാടി തറപ്പുൽപ്പാ വിരിച്ച് കിടന്നാലും ഉറക്കം വരുന്നവരും ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്നാ? ഞാൻ പറഞ്ഞ ശരിയല്ലോ? അത്താഴ പട്ടിണിയാണേലും മുണ്ട് മുടുക്കി ഉറുത്ത് തറയെ പാവിച്ച് കിടന്ന് സ്തോത്രഗീതം പാടിയാലും നമുക്ക് ഉറക്കം വരും. പക്ഷേ ഇവിടെ എല്ലാം ഉണ്ടെങ്കിലും സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ മനുഷ്യൻ പരക്കം പായുമ്പോൾ ഇവിടുത്തെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാര് പറയുന്നത് ഒന്നുമല്ല മനുഷ്യന്റെ പ്രശ്നം വേറെയാണോ? എന്തുവാ മനുഷ്യന്റെ പ്രശ്നം? ഞാൻ പറയാം മനുഷ്യന്റെ പ്രശ്നം എന്നാണ്. എന്റെ ഭാഷയല്ല, യെശയ്യാ പ്രവാചകന്റെ ഭാഷയും പറയാം. കേൾപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കാത് മന്ദമായിട്ടില്ല, പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കരം കുറുകിപ്പോയിട്ടില്ല. പിന്നെ നിങ്ങളുടെ അകൃത്യമത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്ന. ഇവിടുത്തെ പ്രശ്നം എന്നെന്ന് മനസ്സിലായോ? ദൈവവും മനുഷ്യനും തമ്മിലുണ്ടായ ഭിന്നതയാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാതെ അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലെന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ. എന്താ മനുഷ്യന്റെ പ്രശ്നം? മനുഷ്യന്റെ പ്രശ്നം വേറെ ഒന്നുമല്ല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുപോകുന്നുള്ളതല്ല, റോഡിലെ കുണ്ടും കുഴിയും അല്ല ഇവിടുത്തെ പ്രശ്നം. കടഭാരമല്ല മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയതാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ എന്ന് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമോ അന്ന് മാത്രമേ അവരുടെ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ. അവിടെ മാത്രമേ സന്തോഷമുള്ളൂ, സമാധാനമുള്ളൂ, പ്രത്യാശയുള്ളൂ. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിയത് മനുഷ്യന്റെ പാപമാണ്. എന്നാൽ ന്യായപ്രമാണം പറഞ്ഞു ഇതിൽ നിന്നൊരു വീണ്ടെടുപ്പ് ആർക്ക് കഴിയും? അവന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അതൊരു നാളും സാധിക്കുകയില്ല. പൗലോസ് നിലവിളിച്ചുകൊണ്ട് ചോദിച്ചു, അയ്യോ ഞാൻ അരുഷ മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ചോദ്യം ചോദിച്ച് പൗലോസ് നിർത്തിയതായിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കാൻ എഴുന്നേക്കുകയില്ലായിരുന്നു. പക്ഷെ പൗലോസ് അതിന് ഉത്തരം പറഞ്ഞു. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാൻ. റോമാലേഖനം 8:3 മനപ്പാഠം പഠിക്കണേ. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ പാപനിമിത്തം അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇനി ഒരു ശിക്ഷാവിധി ഇല്ല. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ കരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവം
ദൈവത്തെ സ്തുതിക്ക്. ന്യായപ്രമാണം കഴിയത്തില്ലെന്ന് പറഞ്ഞതിന് ആട്ടുകൊറ്റന്മാരുടെയും കാടകളുടെയും രക്തത്തിന് പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയാതെ ഇരുന്നപ്പോൾ, പാപത്തിന് എന്നേക്കും പരിഹാരം വരുത്താൻ കഴിയാത്ത പാവങ്ങളെ കൂടെ കഴിച്ചുകൊണ്ട് ന്യായപ്രമാണത്തിലെ പുരോഹിതന്മാർ എല്ലാവരും നിൽക്കുമ്പോൾ സമാഗമന കൂടാരത്തിൽ ഒരു സ്റ്റൂളില്ല, ഒരു ബെഞ്ചില്ല. എന്താ കാരണം എന്നറിയാമോ? ഇതൊന്ന് യാഗം കഴിഞ്ഞിട്ട് പാപത്തിനൊന്ന് പരിഹാരം വരുത്തിയിട്ട് ഇരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഒരുപാട് ഉപകരണങ്ങൾ കൂടാരത്തിലുണ്ടെങ്കിലും ഒരു ബെഞ്ചുമില്ല, ഒരു സ്റ്റൂളുമില്ല പുരോഹിതനൊന്ന് ഇരിക്കാൻ. കാരണം ഇവൻ ഇരിക്കാൻ നേരമില്ല. കാരണം സ്വന്തം പാപത്തിനും ജനത്തിന്റെ പാപത്തിനും വേണ്ടി കൂടെ യാഗം കഴിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ പാപത്തിനൊരു പരിഹാരവും വരുന്നതല്ല. എന്നാൽ ക്രിസ്തുവോ ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തത്താലല്ല, ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. എന്തുകൊണ്ട്? ആട്ടുകൊറ്റന്മാരുടെ കാളകളുടെ രക്തം കൊണ്ടല്ല, സ്വന്തം രക്തവുമായി വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് പാപത്തിന് എന്നേക്കും വീണ്ടെടുപ്പ് സാധിച്ചു. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാം. എന്റെ പാപത്തിന് ക്രിസ്തു എന്നേക്കും വീണ്ടെടുപ്പ് സാധിച്ചു. അതുകൊണ്ട് ഇനി ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം പോരാ. ഈ പാപത്തിൽ നിന്ന് വിടുവിച്ച്, ഈ അകൃത്യത്തിൽ നിന്ന് വിടുവിച്ച് ആട്ടുകൊറ്റന്മാരുടെ കാളകളുടെ രക്തമല്ല, ക്രിസ്തുവിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ സ്വന്തം രക്തം കൊണ്ട് എന്റെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കി. യേശുവിന്റെ രക്തം കൊണ്ട് എന്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിച്ച് രക്താംബരം പോലെ കടും ചുവപ്പായ പാപത്തെ ഹിമം പോലെ വെളുപ്പിച്ച് എന്നെ വിശുദ്ധീകരിച്ച എന്റെ യേശുവിന്റെ മുൻപിൽ എന്റെ ആദരങ്ങളെ തുറന്ന് എന്റെ കരങ്ങളെ ഉയർത്തി സാഷ്ടാംഗം പ്രണമിച്ച് യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. നീയല്ലാതെ എന്റെ പാപത്തിന് ഒരു പരിഹാരമില്ല. മനുഷ്യനിലേക്കുള്ള പാപത്തിന്റെ പ്രവേശനവും പാപത്തോടുള്ള മനുഷ്യന്റെ എക്കാലത്തെയും പ്രതികരണവും പാപിയോടുള്ള ദൈവത്തിന്റെ പ്രതികരണവും കൂടെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തും. ഏദൻ തോട്ടത്തിലാണ് മനുഷ്യനിൽ പാപം പ്രവേശിക്കുന്നത്. അരുത് എന്ന് ദൈവം വിലക്കിയത് വിലക്ക് ലംഘിച്ചപ്പോൾ മനുഷ്യൻ പാപിയായി തീർന്നു, നഗ്നനായി തീർന്നു. പക്ഷെ പിശാച് മനുഷ്യനെ സമീപിക്കുമ്പോൾ, ഹവ്വയെ സമീപിക്കുമ്പോൾ ഹവ്വയോട് പറഞ്ഞത് നിന്നെ പാപിയാക്കാമെന്നോ നഗ്നയാക്കാമെന്നോ അല്ല, മറിച്ച് നിന്നെ ദൈവത്തെ പോലാക്കാമെന്നോ. ദൈവത്തെ പോലാക്കാമെന്നോ പറഞ്ഞ് ദൈവം വെച്ച അതിര് മനുഷ്യനെ കൊണ്ട് പിശാച് ലംഘിപ്പിച്ചു. എന്നെ കേൾക്കുന്ന എന്റെ കുഞ്ഞനിയന്മാരെ, അനിയത്തിമാരെ, പെങ്ങന്മാരെ ശ്രദ്ധിക്കണേ. ദൈവം വെച്ചിട്ടുള്ള അതിരുകളുണ്ട്.
ആ അതിരുകൾ ദൈവം വെച്ചിട്ടുള്ളത് നമ്മൾ അനുഭവിക്കേണ്ട ഏതെങ്കിലും സുഖ സൗകര്യങ്ങളിൽ നിന്ന് നമ്മെ വിലക്കാനല്ല. എന്നാൽ ഈ വിലക്കുകൾ ലംഘിക്കാൻ പ്രേരിപ്പിക്കുന്ന പിശാച് പറയുന്നത് ഈ വിലക്ക് ലംഘിച്ചാൽ ഏതോ വലിയ സുഖത്തിലാക്കാമെന്നാണ്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, അല്ല, ദൈവം വിലക്കുകൾ വെച്ചിട്ടുള്ളത് മനുഷ്യന്റെ ഏതെങ്കിലും സുഖ സൗകര്യം ഇല്ലാതാക്കാനല്ല, മറിച്ച് നിനക്കുണ്ടാകാനുള്ള ദുരന്തത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിനാ ദൈവം വിലക്കുകൾ വെച്ചിട്ടുള്ളത്. കുഞ്ഞെ ശ്രദ്ധിക്കണേ. എന്തെങ്കിലും വിലക്ക് നിന്റെ മാതാപിതാക്കന്മാർ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്കൂളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, ബൈബിള് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ വിലക്കുകൾ നിന്റെ സ്വാതന്ത്ര്യത്തെ കവർ ചെയ്യാനല്ല, വലിയൊരു ദുരന്തത്തിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ വെച്ചിട്ടുള്ള വിലക്കുകളാണ്. ആ വിലക്കുകൾ നീ ലംഘിക്കരുത്. ദൈവം വെച്ച വിലക്ക് ലംഘിക്കാൻ പിശാച് പറഞ്ഞപ്പോഴും പറഞ്ഞ ഞാൻ ദൈവത്തെ പോലെ ആക്കാമെന്ന. ഇന്ന് ഏതാണ്ടൊക്കെ ആക്കാമെന്നോ ഏതാണ്ടൊക്കെ ആക്കിക്കളയാമെന്നൊക്കെ SMS ഇമെയിലും ഒക്കെ വരും കേട്ടോ. അതൊന്നും കണ്ട് പ്രലോഭനത്തിൽ വീഴരുതേ. ഇത് നന്നാക്കാനല്ലേ പിശാച് ആദ്യം നന്നാക്കാമെന്നും പറഞ്ഞ ഹവ്വയെ കൊണ്ട് പാപം ചെയ്യിച്ചത്. പക്ഷെ പാപം ചെയ്തപ്പോൾ ദൈവത്തെ പോലെ അല്ല ആയത്, മറിച്ച് പിശാചിനെ പോലെ ആയത്. ചിലപ്പോഴൊക്കെ തോന്നാറുണ്ടോ, എല്ലാ വീട്ടിലും ഇല്ലാത്ത ഈ വിലക്കൊക്കെ ഞങ്ങളുടെ വീട്ടിൽ എന്തിനാ വെച്ചേക്കുന്നൊക്കെ ഡാഡിയോടും മമ്മിയോടും ഒക്കെ ചോദിക്കാറുണ്ടോ? ഒരു സഭയിലും ഇല്ലാത്ത വിലക്കൊക്കെ നമ്മുടെ സഭയിൽ ഇതിനാ വെച്ചേക്കുന്നെന്ന് ആളുകൾ ചോദിക്കാറില്ലയോ? ഉണ്ട്, ഇവിടെ ചില വിലക്കൊക്കെ ഉണ്ട്. എല്ലാ വീട്ടിലും ഇല്ലാത്ത ചില വിലക്കുകളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, ഈ വിലക്കുകളെല്ലാം വെച്ചിട്ടുള്ളത് നിങ്ങളെ ഏതോ സുഖത്തിൽ നിന്ന് കവർ ചെയ്യാനല്ല, മറിച്ച് ദുരന്തത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള വിലക്കുകളാണ്. ദൈവം വെച്ച വിലക്കുകളെ ലംഘിച്ചാൽ ദുരന്തമാണ്. ദൈവം വെച്ച വിലക്ക് ലംഘിച്ച ആദം ഹവ്വമാർ നഗ്നരായി തീർന്നു. പാപിയായി തീർന്നു. പക്ഷെ പ്രതികരണം എന്നാ? ദൈവമേ, തെറ്റിപ്പോയേ, അബദ്ധം പറ്റിപ്പോയേ എന്ന് വിളിച്ചു പറയേണ്ടതിന് പകരം ആദവും ഹവ്വയും ശ്രമിച്ച അതേ ശ്രമമല്ലയോ ഇന്ന് നമ്മിൽ പലരും തുടരുന്നത്? പാപത്ത് ദൈവത്തോട് ഏറ്റു പറഞ്ഞ് ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം പാപത്തെ ഇല കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. മനുഷ്യൻ അത്തിയില കൂട്ടിച്ചേർത്ത് മനുഷ്യനിർമ്മിതമായ ഒരു വേഷം കെട്ടി പാപം മുഖാന്തരം അവനുണ്ടായ നഗ്നത മറയ്ക്കാൻ മനുഷ്യൻ നടത്തിയ ശ്രമം കുറച്ചു നേരം ആ ഇല കൊണ്ട് ഈ നഗ്നത മറഞ്ഞെങ്കിലും വെയിലുദിച്ചപ്പോൾ ഇലകൾ വാടി മനുഷ്യന്റെ നഗ്നത വീണ്ടും വെളിപ്പെട്ടു. എന്താ ഇത് പറയുന്നറിയാമോ? പാപത്തിന് പരിഹാരം ദൈവത്തിൽ നിന്നുണ്ടാക്കേണ്ടതിന് പകരം, ദൈവത്തോട് ഏറ്റു പറയേണ്ടതിന് പകരം നീ എന്തെല്ലാം കൊണ്ട് ഇത് മറയ്ക്കാൻ ശ്രമിച്ചാലും വെളിച്ചം തട്ടുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഇത് മുഴുവൻ മറ നീക്കി പുറത്തു വരും.
പാപത്തെ വെള്ളമൂശി പരിഹരിക്കരുത്. പാപത്തെ രക്തം കൊണ്ട് കഴുകണമേ. പാപത്തെ മറച്ചു വെക്കരുത്. പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണമേ. സ്വന്തം മാർഗം കൊണ്ട് പാപത്തെ പരിഹരിക്കാൻ ശ്രമിച്ച മനുഷ്യന്റെ ആദ്യ പരിശ്രമം തന്നെ പരാജയപ്പെട്ടെങ്കിൽ ഒറ്റവാചകത്തിൽ പറയാം, സ്വന്തം കർമ്മം കൊണ്ട് സ്വന്തം പാപത്തെ പരിഹരിക്കാൻ മനുഷ്യന്റെ ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, കർമ്മമാർഗം തുടക്കത്തിലെ പരാജയപ്പെട്ട മാർഗമാണ്. കർമ്മം കൊണ്ട് പാപം മറയുന്നില്ല, മറിച്ച് പാപം കൃപയാൽ മാത്രമേ പാപം മറയുന്നുള്ളൂ. രണ്ടാമത്, മനുഷ്യൻ അവലംബിച്ച രണ്ടാമത്തെ നിലപാട്, താൻ ഉണ്ടാക്കിയ അത്തിയില കൊണ്ട് ഇത് മറയ്ക്കാൻ പറ്റുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോ അടുത്ത ശ്രമം ഒരു വൃക്ഷത്തിന്റെ പുറകിൽ പോയി ഒളിച്ചിരിക്കുക. ആദവും ഹവ്വയും പറയുന്ന ഇതാണ്, ഇതിന്റെ പുറകെ ഇരുന്നാൽ മതി, ഇനി ഞങ്ങളെ ആരും കാണത്തില്ല, ഞങ്ങൾക്ക് ആരെയും കാണണ്ട, ഞങ്ങളെ ആരും കാണണ്ട. പിണങ്ങി മുറിക്കകത്ത് കയറി കഥ പഠിച്ചിരിക്കുന്നവർ എന്തിനേലും ഡാഡിയും മമ്മിയും വഴക്ക് പറയുമ്പോൾ എനിക്ക് ചായയും വേണ്ട, കാപ്പിയും വേണ്ട, ഭക്ഷണവും വേണ്ടെന്നും പറഞ്ഞ് കഥ കടച്ച് മുറിക്കാതിരുന്നാലൊന്നും പ്രശ്നത്തിന് പരിഹാരമാകുകയില്ല. ഇത് ആദം പണ്ട് പരീക്ഷിച്ച് നോക്കിയതാ. മരത്തിന്റെ പുറകെ പോയി ഒളിച്ചിരുന്ന് കുറച്ചു നേരം ഒളിച്ചിരുന്നാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന്. എവിടെ പോയി ഒളിച്ചിരുന്നാലും പ്രശ്നത്തിന്റെ പരിഹാരമാകില്ല കേട്ടോ. കുറെ നേരമൊക്കെ ഒളിച്ചിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തെ ഒളിച്ച് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുമോ? വേദപുസ്തകത്തിൽ തന്നെ ഒരു ചെറിയ ഉദാഹരണം ഓർപ്പിക്കട്ടെ. ഒരിക്കൽ പള്ളിയിലേക്ക് കരം കൊടുക്കാൻ നിർവാഹമില്ലാതെ പത്രോസ് യേശുവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, കർത്താവേ പൈസ ഒന്നുമില്ല. കർത്താവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നീ പോയി ചൂണ്ടയിട. ചൂണ്ടയിൽ കൊത്തുന്ന ആദ്യത്തെ മത്സ്യത്തെ നീങ്ങണേ, അതിന്റെ വയറ്റിൽ ഒരു ചതുബ്രഹ്മ പണം കിടപ്പുണ്ടെങ്കിൽ എടുത്താൽ മതിയെന്ന്. പക്ഷെ പത്രോസ് ഈ ചതുർബ്രഹ്മപണം കണ്ടുപിടിക്കാൻ ചൂണ്ട മേടിക്കണം, ചൂണ്ടയുടെ അറ്റത്ത് തീറ്റിയിടണം, ചൂണ്ട ഇടണം, മീനിതെ കൊത്തണം, മീനെ പിടിക്കണം, പിടിച്ചാലും ഈ നാണയം കാണാനൊക്കത്തില്ല, പിന്നെ ഇതിനെ കീറണം, ഈ നാണയം പുറത്തെടുക്കണം, പിന്നെ കണ്ണാടി വെച്ച് സൂക്ഷിച്ചു നോക്കണം ഇത് എത്രണ്ണാത്തൊട്ടാണെന്ന്. പക്ഷേ ഈ മീന് ഗലീല തടാകത്തിൻ്റെ അടിത്തട്ടിലൂടെ ഊളിയിട്ട് നടന്നപ്പോഴേ യേശു കർത്താവ് കരയ്ക്ക് ഇരുന്നോണ്ട് പറഞ്ഞു, ഇതിൻ്റെ അകത്ത് കിടക്കുന്ന എന്നാണ്, ഇതിൻ്റെ അകത്ത് കിടക്കുന്ന എന്നാണെന്ന് യേശു കർത്താവിന് കാണാൻ ഇത് കീറി നോക്കണ്ട. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കീറി മുറിച്ചൊന്നും നോക്കണ്ട. ഇന്ന് രാത്രി നിന്റെ അകത്ത് കിടക്കുന്ന എന്നാണെന്ന് യേശുവിന് അറിയാം. നീ എവിടെ കൊണ്ട് മറച്ചാലും യേശുവിനൊന്നും മറവല്ല. സകലവും അവന്റെ കണ്ണിന് മുൻപിൽ നഗ്നവും മലർന്നവുമായി കിടക്കുന്നു. നീ ഒളിസങ്കേതത്തിൽ ഒളിച്ചിരുന്ന് ഒളിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. ദൈവത്തിന് മറവായിരിക്കുന്നതൊന്നുമില്ല. വീട്ടുകാരെ ഒളിപ്പിക്കാം, നാട്ടുകാരെ ഒളിപ്പിക്കാം, പാസ്റ്ററെ ഒളിപ്പിക്കാം, കമ്മിറ്റിക്കാരെ ഒളിപ്പിക്കാം, പക്ഷെ ദൈവത്തെ ഒളിപ്പിക്കാൻ പറ്റിയില്ല കേട്ടോ. ദൈവത്തിന്റെ പ്രതികരണം കൂടെയാണെന്ന് പറയട്ടെ. ഈ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തോട് ഒരു വാക്ക് ഏറ്റു പറയാതെ
സ്വന്തം മാർഗത്തിലൂടെ ഇത് കവറപ്പ് ചെയ്യാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഒളിസങ്കേതത്തിൽ ഒളിച്ചിരുന്നു, പരാജയപ്പെട്ടു. പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ടും ദൈവം എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് തോട്ടത്തിൽ വരുന്ന സമയമായപ്പോൾ തോട്ടത്തിലോട്ട് ഇറങ്ങി വന്നു. അവൻ എന്നെ വേണ്ടായേൽ എനിക്ക് അവനെയും വേണ്ട എന്ന് പറഞ്ഞ് ദൈവം തിരക്കി വരാതിരുന്നില്ല. മനുഷ്യൻ പാപം ചെയ്തിട്ട് ദൈവത്തെ തിരക്കിയില്ലെങ്കിലും പാപം ചെയ്ത മനുഷ്യനെ തിരക്കി യഹോവയായ ദൈവം തോട്ടത്തിൽ വന്നതുപോലെ കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ ഭൂമിയിൽ വന്നു. ഞാൻ ദൈവത്തെ അന്വേഷിച്ച് ചെന്നതല്ല, മറിച്ച് ഇന്ന് രാത്രി ഏറ്റു പറയാമോ, നീ ഇരുന്ന ഇടത്തേക്ക് ദൈവം ഇറങ്ങി വന്ന് പാപത്തിന്റെ ചേറ്റുകുഴിയിൽ നിന്ന് നീ കരകയറാൻ കഴിയാതെ കിടന്നപ്പോൾ പിടിച്ചുയർത്തി പാറമേൽ നിർത്തിയ ദൈവ സ്നേഹത്തിന്റെ മുൻപിൽ കരങ്ങൾ ഉയർത്തി പിടിച്ച്, ദൈവമേ ഞാൻ പാപത്തിന്റെ ചേറ്റുകുഴിയിൽ കിടന്നതാ, നീ ഇറങ്ങി വന്ന് കൈപിടിച്ചെന്നെ ഉയർത്തി പാറമേൽ നിർത്തി നീ എന്നെ അന്വേഷിച്ചു വന്നതാ. പക്ഷേ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. അട്ടെ, ഈ 24 മണിക്കൂറും ഇടതടവില്ലാതെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ദൂതന്മാരിൽ ഒരു കൂട്ടം വെട്ടേറ്റ് നിലത്ത് വീണപ്പോൾ, ശ്രദ്ധിക്കണേ, 24 മണിക്കൂറും സ്തോത്രം ചെയ്യുന്ന ആരും അവരോട് പറയണ്ട, സ്തുതിച്ചാട്ടെ എന്ന് പറയണ്ട, ഒന്നും പറയണ്ട. 24 മണിക്കൂറും ആരാധിച്ചുകൊണ്ടിരുന്ന ദൂതന്മാരിൽ ഒരു കൂട്ടം വീണിട്ട് തമ്പുരാൻ അന്വേഷിച്ചു പോയില്ല. അന്വേഷിച്ചു പോയില്ല. പക്ഷേ മണ്ണുകൊണ്ടുണ്ടാക്കിയ, ഒരു പിടി മണ്ണുകൊണ്ടുണ്ടാക്കിയ ഈ മനുഷ്യൻ പാപം ചെയ്തിട്ട് ദൈവത്തെ അന്വേഷിക്കാഞ്ഞിട്ടും ദൈവമേ എന്നെ തിരക്കി വരാൻ കാരണം എന്താ? ദൈവമേ, പുരാതന ലോകത്തെ ആദരിക്കാതെ ജലപ്രളയം കൊണ്ട് നശിപ്പിച്ച ദൈവമേ, എന്നെ നശിപ്പിക്കാതെ എന്നെ തേടി വരാൻ കാരണമെന്നാ? ഇരുപത്തിനാല് മണിക്കൂറും ഇടതടവില്ലാതെ, പരപ്രേരണ കൂടാതെ ആരാധിച്ചുകൊണ്ടിരുന്ന ദൂതസൈന്യം വീണുപോയണക്കെ തിരക്കി ചെല്ലാഞ്ഞ ദൈവം പുരാതന ലോകത്തെ ആദരിയാതെ ജലപ്രളയം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞ ദൈവം ഞാൻ പാപം ചെയ്തപ്പോൾ എന്നെ തേടി വരാൻ കാരണമെന്താ? എനിക്ക് വേണ്ടി ക്രൂശിൽ മരിക്കാൻ കാരണമെന്താ? അതിന്റെ പേരാ സ്നേഹം. ദൈവം സ്നേഹം തന്നെ. ദൈവത്തിന്റെ സൃഷ്ടികളിൽ മെച്ചമായി തോന്നുന്ന പലതുമുണ്ടെങ്കിലും
ദൈവത്തിന് സ്നേഹിക്കാൻ വേണ്ടി സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച ഒരൊറ്റ സൃഷ്ടിയേ ഉള്ളൂ, അത് മനുഷ്യനാണ്. മറ്റ് പല സൃഷ്ടിയെ നോക്കുമ്പോൾ നമ്മൾ ഒന്നുമില്ലെന്ന് തോന്നും. അതാ സങ്കീർത്തനക്കാരൻ ചോദിച്ചത്, മനുഷ്യപുത്രനെ ഓർക്കേണ്ടതിന് അവൻ എന്ത് മാത്രം ഒരുപിടി മണ്ണല്ലയോ? അത് ഒരുപിടി മണ്ണ. പക്ഷേ ദൈവത്തിന് സ്നേഹിക്കാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്തത് ഈ ഒരുപിടി മണ്ണിനെയാണ്. സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ ഒന്നുമല്ല ദൈവത്തിന് സ്നേഹിക്കാൻ ഉണ്ടാക്കിയത്. അവരുമായിട്ടല്ല കൂട്ടായ്മ, മറിച്ച് ദൈവത്തിന്റെ സ്നേഹം മുഴുവൻ പ്രദർശിപ്പിച്ചത് മനുഷ്യനോടായതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം പ്രദർശിപ്പിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തെ വിട്ട് പാപം ചെയ്ത് തെറ്റിപ്പോയിട്ടും ദൈവത്തിന് അവനോട് സ്നേഹമുള്ളത് കൊണ്ട് ആ സ്നേഹത്തിലേക്ക് അവനെ മടക്കിക്കൊണ്ട് വരാൻ എന്തു വില കൊടുക്കാനും ദൈവം തയ്യാറായി. അതിന് കൊടുത്ത വില ചെറുതല്ല. തന്റെ ഏകജാതനായ പുത്രന് അവസാനത്തുള്ള ചോര വരെ ഊറ്റിക്കൊടുത്തത്. അതാ ദൈവത്തിന്റെ സ്നേഹം. മനസ്സിലായോ സഹോദര സഹോദരി? ഞാൻ ചോദിച്ചോട്ടെ, സ്നേഹിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തോട് തെറ്റി പാപം ചെയ്ത് ഒളിത്താവളത്തിൽ പോയി ഒളിച്ചിരുന്നിട്ടും അവനെ തേടി വന്ന് ആ സ്നേഹത്തിലേക്ക് മടക്കി വരുത്താൻ തന്റെ ചങ്കിലെ അവസാനത്തുള്ളി ചോര വരെ തന്ന് സ്നേഹിച്ചെങ്കിൽ ആ സ്നേഹിച്ച ദൈവത്തിന് തിരികെ കൊടുക്കാൻ ഒരൽപ്പ സ്നേഹത്തിന്റെ പ്രദർശനം ഉണ്ടെങ്കിൽ ഇന്ന് നാവെടുത്ത് ദൈവമേ, ഇത്ര മാത്രം എന്നെ സ്നേഹിച്ചതിന് പകരം തരാൻ ഒന്നുമില്ല, ആദരഫലമെന്ന ഒരു സ്തോത്രയാഗം തന്ന് മറിച്ച് എന്നോട് നീ കാണിച്ച സ്നേഹത്തിന് പകരം ഒരു സ്നേഹത്തിന്റെ പ്രദർശനമായി അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? മനസ്സ് തുറന്ന് ആദരങ്ങളെ തുറന്ന് കരുകളെ തട്ടി ദൈവമേ, ഇത്രമാത്രം എന്നെ സ്നേഹിപ്പാൻ ഞാൻ ആരുമില്ല. ഈ ഒരുപിടി മണ്ണിനെ സ്നേഹിച്ച് പുരാതന ലോകത്തെ ആദരിക്കാതെ ദൈവം, വീണുപോയ ദൂതന്മാരെ ആദരിക്കാതെ പോയ ദൈവം തന്റെ സ്നേഹത്തിലേക്ക് മടക്കി വരുത്തുവാൻ വേണ്ടി തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകി തന്നില്ലയോ? ഏതൻ തോട്ടത്തിൽ പാപം ചെയ്ത നഗ്നനായ മനുഷ്യന് വേണ്ടി അത്തീല കൊണ്ടുണ്ടാക്കിയ അരയാളയ്ക്ക് അവന്റെ നഗ്നത മറയ്ക്കാൻ കഴിയാതെ പോയപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ ആ തോട്ടത്തിൽ തുള്ളിച്ചാടി നടന്ന ഒരാട്ടിൻകുട്ടിയെ യഹോവയായ ദൈവം പിടിച്ച്, ഒരു തെറ്റും ചെയ്യാത്ത ഒരാട്ടിൻകുട്ടിയെ പിടിച്ച് കഴുത്ത് ഞെരിച്ചു കൊന്ന് അതിന്റെ തുകൽ വലിച്ചെടുത്ത് ഈ പാപിയായ മനുഷ്യന്റെ നഗ്നത മറയ്ക്കാൻ ഉടുപ്പിച്ചില്ലയോ? അതല്ലയോ കാൽവരി ക്രൂശിൽ കണ്ടത്? അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് എന്നോട് ഇഷ്ടം തോന്നി. എന്റെ പാപത്തിന് നഗ്നത മറയ്ക്കാൻ സ്വന്തം കുമാരനെ
കാൽവറിയിൽ തകർത്ത് കളവാൻ തക്കവണ്ണം എന്നെ സ്നേഹിച്ച ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഇന്ന് രാത്രി എഴുന്നേറ്റ് നിൽക്കാം. ആ സ്നേഹത്തിന്റെ മുൻപിൽ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് അതരങ്ങളെ തുറന്ന് സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല. എവിടെയാണ് യഥാർത്ഥമായ സ്നേഹം കണ്ടത്? അത് കാൽവരിയിലെ ക്രൂശിലാണ്. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ സ്വന്തം രക്തം ഊറ്റിത്തന്ന അവനെ തകർത്ത് കളവാൻ ഇഷ്ടം തോന്നിയ പിതാവിന്റെ മുൻപിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, പിതാവേ, അങ്ങയുടെ ഓമന പുത്രനെ എനിക്ക് വേണ്ടി തകർത്ത് കളവാൻ തക്കവണ്ണം എന്നെ സ്നേഹിച്ച ആ മഹാസ്നേഹത്തിന്റെ മുൻപിൽ ഞാൻ നമിക്കുന്നു, ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. എന്റെ അതരങ്ങൾ തുറക്കുന്നു, എന്റെ കൈകൾ ഉയർത്തുന്നു. അതരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ, ആ ദൈവസ്നേഹത്തിന്റെ മുൻപിൽ, ആ ദൈവസ്നേഹത്തിന്റെ മുൻപിൽ നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹ